with Smriti Parittikad. This scheme will provide 1 month wage to all persons newly entering the workforce in all formal sectors. Direct benefit transfer of 1 month's salary in 3 installments to first-time employees as registered in the EPFO will be up to 15,000 rupees. The eligibility limit will be a salary of 1 lakh per month. I am happy to announce the Prime Minister's package to facilitate employment, skilling, and other opportunities for 4.1 crore youth over a 5-year period. ഇത്രയും കേരള വിരുദ്ധമായ, കേരളത്തിൻ്റെ ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ആയിപ്പോയി ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടു കൂടിയാണ് പറയുന്നത്. മോഡി ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യത്തെ കരുതിയും ദുർബലമായ മുന്നണി ഗവൺമെൻറ് എന്ന നിലയിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ ആയുസ്സിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബഡ്ജറ്റ് വാസ്തവത്തിൽ അവതരിപ്പിക്കേണ്ടത് ബീഹാർ അസംബ്ലിയിലും ആന്ധ്ര അസംബ്ലിയിലുമായിരുന്നു. കാരണം അവർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങൾ പലതും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പൊതുവെ പറയുമ്പോൾ കേരളത്തോട് അനുഭാവമില്ലാത്ത അല്ലെങ്കിൽ കേരളത്തോട് പാടെ തഴഞ്ഞ നിലയിലാണ് ഈ ബഡ്ജറ്റിനെ വിലയിരുത്താൻ സാധിക്കുന്നത്. കസേര കാക്കാൻ സഖ്യകക്ഷികൾക്ക് വാരിക്കോരി നൽകിയ ബജറ്റ്, കോൺഗ്രസിന്റെ പ്രകടന പത്രികയടക്കം കഴിഞ്ഞ ബജറ്റുകളുടെ കോപ്പി. ആദ്യം രാഹുൽ ഗാന്ധിയും പിന്നീട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഉയർത്തിയ വിമർശനം ഇതായിരുന്നു. ബീഹാറിന് 26,000 കോടിയും ആന്ധ്രയ്ക്ക് 15,000 കോടിയും അനുവദിച്ച നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കുള്ള നീക്കിയിരിപ്പ് എന്താണ്? കർഷക പ്രക്ഷോഭത്തിൽ ഉയർന്ന ആവശ്യങ്ങൾ എത്രത്തോളം പരിഗണിച്ചിട്ടുണ്ട്? തൊഴിലില്ലായ്മ നേരിടാൻ യാഥാർത്ഥ്യബോധത്തോടെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ? മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നിർമ്മലാ സീതാരാമന്റെ 7ാം ബജറ്റ്. നൽകിയത് നിരാശയോ പ്രതീക്ഷയോ? ചർച്ചയിൽ എംപിമാരായ ഡോക്ടർ വി ശിവദാസൻ CPIMൽ നിന്നും, ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസിൽ നിന്നും, BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിയാണ് പ്രതിനിധിയായിട്ടുള്ളത്. റിസർച്ച് അനലിസ്റ്റും ആയ രാമകൃഷ്ണൻ TB ഉണ്ട്. ഡോക്ടർ മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ, ആസൂത്രണ ബോർഡ് മുന്നംഗം CP ജോണും ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ഞാൻ ശ്രീ ഫ്രാൻസിസ് ജോർജിലേക്ക് പോകുന്നു. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇന്നിപ്പോൾ കേരളം എന്ന വാക്ക് ഉച്ചരിക്കാത്ത ബജറ്റ്, ആദ്യം കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. കേരളം എന്ന വാക്ക് പോലും ഉച്ചരിക്കാത്ത ബജറ്റ്, അത്രയ്ക്കും സമ്പൂർണ്ണമായ അവഗണന എന്നുള്ളതാണ് നേതാക്കളുടെ പ്രധാനപ്പെട്ട പ്രതികരണം, പ്രതിപക്ഷ നേതാക്കളുടെ. എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഈ പ്രഖ്യാപനത്തിലില്ല എങ്കിലും ബജറ്റിൽ ഒരു നീക്കിയിരിപ്പും കേരളത്തിനില്ല എന്ന് പറയാനാകുമോ? തീർച്ചയായിട്ടും കേരളത്തിന് കാര്യമായ എന്നല്ല ഒരു പരിഗണനയും ഈ ബജറ്റിൽ നൽകിയിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ ആവശ്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ധരിപ്പിച്ചിരുന്നു. നേരത്തെ തന്നെ ഗവൺമെൻറ് ധനകാര്യമന്ത്രി വന്ന് ചർച്ച നടത്തിയിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചുള്ള ഒരു പരിഗണനയും ഈ ബജറ്റിലൂടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കാർഷിക മേഖലയുടെ കാര്യം പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ എത്രയോ കാലമായി റബ്ബറിൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുന്നു. റബ്ബറിന് ഏറ്റവും കുറഞ്ഞത് 250 രൂപയെങ്കിലും താങ്ങുവില വേണം, അതിന് കേന്ദ്ര ഗവൺമെൻറ് ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം നമ്മൾ എത്രയോ കാലമായിട്ട് പറയുന്നതാണ്. പക്ഷെ അത് സംബന്ധിച്ച് ഒരു പ്രഖ്യാപനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾ പറയാതിരുന്നിട്ടല്ലോ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 24,000 കോടി രൂപയുടെ ഒരു പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു. അത് അനുവദിച്ചിട്ടില്ല, അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, നമ്മൾ GST വിഹിതം വയ്ക്കുന്നത് അതിൻ്റെ ഡെവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അനുപാതം ഇപ്പോൾ 50-50% ആണ്. കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധി പ്രമാണിച്ച് കേരളം പറയുന്നത് 60-40 ആക്കണം. 60% സംസ്ഥാനങ്ങൾക്ക് 40% കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഒരു നിലപാടും അത് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. വായ്പാ പരിധി ഉയർത്തണമെന്നുള്ള ആവശ്യം കേരളം ഉന്നയിച്ചിരുന്നു. നിലവിലുള്ള 3% GSDPയുടെ 3% എന്നുള്ളത് 3.5% ഉയർത്തണമെന്ന് പറഞ്ഞിരുന്നു. ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ചൊന്നും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കേ കടന്നിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു കൊച്ചിയിലൊരു ഗ്ലോബൽ സിറ്റി എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അത് തീരുമാനമില്ല. ഒരു മെഡിക്കൽ ഡിവൈസസ് പാർക്ക് നമ്മൾ ആവശ്യപ്പെടും. അത് സംസ്ഥാനത്തിന് മുഴുവൻ മാത്രമല്ല രാജ്യത്തിന് തന്നെ പ്രയോജനപ്പെടുന്ന കാര്യമാണ്. ഒരു പ്രഖ്യാപനം ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി അതൊക്കെ പോകട്ടെ,
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്റ്റേറ്റിൻ്റെ വിഹിതമായി നമ്മളൊരു 5000 കോടി രൂപയുടെ അസിസ്റ്റൻസ് ചോദിച്ചിരുന്നു കേന്ദ്ര ഗവൺമെൻറ്. അതും തരാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു കാര്യത്തിലും കേരളത്തെ സംബന്ധിച്ച്, അപ്പോൾ ഞങ്ങൾ ധനകാര്യമന്ത്രി പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ലോക്സഭയുടെ കോറിഡോറിൽ വെച്ച് ഞങ്ങൾ പറഞ്ഞു, മാഡം യു ഹാവ് ടോട്ടലി അവോയ്ഡഡ് കേരള, സ്റ്റേറ്റ്സ് ലൈക്ക് കേരള എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഷ്രിമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ചെമ്മീൻ കയറ്റുമതിക്കാർക്ക് കൊടുക്കുന്ന സഹായത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ചെമ്മീൻ കയറ്റുമതിക്കാർക്ക് സഹായം കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെ. അവർ നമ്മുടെ സമൂഹത്തിലൊരു ചെറിയ വിഭാഗമാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ എത്രയോ നിർഭാഗ്യകരമാണ്. കേരളത്തിൻ്റെ ഒരു സംഭാവന നമ്മൾ ആലോചിക്കുക. ഈ രാജ്യത്തിന് വേണ്ടി കേരളം കൊടുക്കുന്ന ഒരു സംഭാവന പരമ്പരാഗതമായി നോക്കുമ്പോൾ നമ്മുടെ ഈ നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും ഒക്കെ കയറ്റി അയച്ചാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഈ രാജ്യം നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലേക്ക് മുതൽക്കൂട്ടുണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ നമ്മൾ മനുഷ്യവിഭവശേഷി കയറ്റുമതി ചെയ്യുന്നു. അവരൊക്കെ അയക്കുന്ന റിസർവ്, അവർ അയക്കുന്ന ഫണ്ട് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന് എത്രയോ വലിയ സംഭാവനയാണ് നൽകുന്നത്. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും കേരളത്തിന് ഒരു പ്രത്യേക പരിഗണന കിട്ടേണ്ടതാണ്. അത് വേണം നമ്മൾ പറയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ കാണുന്നത് പോലെ തന്നെ കേരളത്തെയും കാണണമെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുത്തതിൽ എന്തെങ്കിലും അസൂയയോ അല്ലെങ്കിൽ അത് പാടില്ല എന്നോ പറയുകയല്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ആന്ധ്രാപ്രദേശ്, നമ്മൾ ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ പോലും ഒരു പരിഗണന കാണിച്ചില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ ബീഹാറിന് കൊടുത്തിട്ടുള്ളത് 47,400 കോടി രൂപയാണ്. ഇവിടെ ഒരു പാക്കേജാണ്. അതുകൂടാതെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇനി വീണ്ടും എക്സ്റ്റേണൽ അസിസ്റ്റൻസ് മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളിൽ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ബീഹാർ ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യും. ആന്ധ്രാപ്രദേശിന് 15,000 കോടി, അത് പിന്നെ അവരുടെ ക്യാപിറ്റൽ പണിയാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു വാദഗതി പറഞ്ഞു. പക്ഷേ മറ്റ് പോളാവരം ഇറിഗേഷൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യും. അതുപോലെ തന്നെ മറ്റ് വിശാഖപട്ടണം ചെന്നൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ, ഹൈദരാബാദ് ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ, അതിനെല്ലാം വേണ്ട എല്ലാ സൗകര്യങ്ങൾക്കും വേണ്ട ഫണ്ട് അലോട്ട്മെൻറ്റ് ഉണ്ടാകുമെന്ന് എടുത്ത് ബജറ്റിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളുടെയും പേര് ബജറ്റിൽ പറയാൻ പറ്റുമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടാകും. പക്ഷേ വേണ്ട, അങ്ങനെ നമ്മളും പറയുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൊടുത്തിട്ടുള്ള അമിതമെന്ന് ഞാൻ പറയുന്നില്ല, ഇനി അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണന. അതെ, അതാണ് കുർസി ബച്ചാവോ ബജറ്റ് എന്നാണ് അതിനെ കോൺഗ്രസ് വിമർശിച്ചത്. ഡോക്ടർ വി ശിവദാസൻ, CPM-ഉം ആ നിലയ്ക്കാണ് അതിനെ കാണുന്നത്. സഖ്യകക്ഷികൾക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ലോക്സഭയിൽ 16 സീറ്റുള്ള തെലുഗുദേശം പാർട്ടിക്കും 12 സീറ്റുള്ള JDU-വിനും അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ വലിയ രീതിയിലെ പ്രഖ്യാപനങ്ങളായി പ്രത്യേക പാക്കേജായി കൊടുക്കുന്നു. കേരളവും പാക്കേജ് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ കേരളത്തിന് ഒന്നുമില്ല. കേരളം ആവശ്യപ്പെട്ടത് 24,000 കോടി രൂപയാണ്. പ്രത്യേക പാക്കേജ്, വെട്ടിക്കുറച്ച പണം പ്രത്യേക പാക്കേജായി നൽകണം. അത് 24,000 കോടി രൂപയാണ്. ഇതാണ് കേരളം മുന്നോട്ട് വെച്ചിരുന്നത്. അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പിന്നെ എയിംസിൻ്റെ കാര്യം, ഇവിടെ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ട MP കേന്ദ്ര സഹമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ് എയിംസ്. അതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടുമില്ല. ഇവിടെ അവതരിപ്പിക്കപ്പെട്ടുള്ള ബജറ്റ് രാജ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫെഡറൽ വിരുദ്ധമായിട്ടുള്ള ഒരു ബജറ്റാണ്. കാരണം നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കാണ്. ആ റിപ്പബ്ലിക്കിൽ ബജറ്റ് അവതരിപ്പിക്കപ്പെടുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് ഉണ്ടാവേണ്ടത്. കേവലം തങ്ങൾക്ക് രാജ്യത്ത് അധികാരത്തിൽ നിൽക്കുന്നതിന് പിന്തുണ തരുന്ന കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ നോക്കിയിട്ട് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുക എന്നുള്ളത് ജനാധിപത്യ വിരുദ്ധവും ദേശവിരുദ്ധവുമായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് രാജ്യത്തെ ശാക്തീകരിക്കുന്നതല്ല, അത് രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് സഹായമായിട്ടുള്ള ഒന്നുമല്ല. ഇവിടെ കാണേണ്ടുന്ന കാര്യം, ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൊടുത്തിട്ടുള്ള പ്രത്യേകമായ സഹായത്തിനപ്പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ചിട്ടുള്ള ഏറ്റവും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മുൻകൂട്ടി തന്നെ പ്രപ്പോസൽ തയ്യാറാക്കി അത് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചു. ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം നിരന്തരം അവരുടെ അഭ്യർത്ഥനകൾ പ്രധാനമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും മുമ്പേ സമർപ്പിക്കുകയുണ്ടായി. MP-മാരായിട്ടുള്ള ഞങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ നിവേദനങ്ങൾ നൽകുകയുണ്ടായി. എന്നാൽ കേരളത്തിന്റെ ഓരോ മേഖലയിലുമുള്ള വികസന പ്രശ്നങ്ങളോട് തികച്ചും തെറ്റായ സമീപനം, അത് എയിംസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ റെയിൽവേ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ മുമ്പോട്ട് പോക്ക്, ഇതിലൊക്കെ കേരളത്തോട് കാണിച്ചിട്ടുള്ള നിലപാട് അങ്ങേയറ്റം നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടാണ്. ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന ഒരു രാഷ്ട്രീയം ഇതിനകത്ത് വന്നിരിക്കുന്നു. ഒരു സംസ്ഥാനത്തെ മറ്റൊരു സംസ്ഥാനത്തിനെതിരായി സംസാരിപ്പിക്കുക. ബീഹാറിന് അധിക വിഭവം കൊടുത്തിട്ടുണ്ട്, ആന്ധ്രക്ക് അധിക വിഭവം കൊടുത്തിട്ടുണ്ട് എന്ന് ഇതര സംസ്ഥാനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയും
അതുവഴി സംസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ രൂപപ്പെടുത്തുന്നതിനുള്ള RSS BJP അജണ്ട കൂടി ഈ ബജറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ ബജറ്റ് കേരള വിരുദ്ധം എന്നുള്ളതിനൊപ്പം തന്നെ ജനവിരുദ്ധമായിട്ടുള്ള ബജറ്റാണ്. ജനവിരുദ്ധതയുടെ ഓരോ തലങ്ങളും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. അത് കേരളത്തിൽ MGNREGയുടെ ഭാഗമായിട്ട് തൊഴിലെടുക്കുന്ന 10,000-കണക്കിന് വരുന്ന തൊഴിലാളികൾ, അവർക്ക് നൽകേണ്ടുന്ന നീക്കിയിരിപ്പ് തുക, അവരുടെ പിടിച്ചുവെക്കപ്പെട്ടിട്ടുള്ള തുക, അത് റിലീസ് ചെയ്യാൻ ഇതിനകത്ത് യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ട് പണം ആവശ്യമുണ്ട് എന്നുള്ളതും ഞങ്ങൾ ചെലവഴിച്ചിട്ടുള്ള ബില്ല് സമർപ്പിച്ചിട്ടുള്ള തുക ഞങ്ങൾക്ക് അടിയന്തരമായി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേളയിലാണ് സമഗ്ര ശിക്ഷാ അഭിയാന് അനുവദിക്കേണ്ടുന്ന തുകയിൽ വെട്ടിക്കുറവ് ഉണ്ടായിട്ടുള്ളത്. MGNREGയുടെ തുക 90,000 കോടിക്കപ്പുറത്ത് അനുവദിക്കപ്പെട്ടിരുന്ന സ്ഥാനത്ത് ഭീകരമായിട്ടുള്ള വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ്. 80,000 കോടിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതിനപ്പുറത്ത് കാണേണ്ടത് എന്താ? ഈ നാട്ടിലെ MGNREGയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന ആളുകൾ അഭ്യർത്ഥിക്കുന്നത് ചുരുങ്ങിയത് 2 ലക്ഷം കോടിയെങ്കിലും നീക്കിവെക്കണം എന്നാണ്. ഇവിടെ ഡിഫൻസ് സെക്ടറിൽ വലിയ വർധനവ് ഇവർ നടത്തിയിട്ടുണ്ട്. നീക്കിയിരിപ്പിൽ 6,05,290 കോടിയിൽ നിന്ന് 6,62,940 കോടി രൂപയിലേക്ക് ഡിഫൻസിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഡിഫൻസിലെ വർധനവ് മാത്രം മതിയോ? ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ ചിത്രം നോക്കൂ. ഇന്ത്യ പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ളത് ലോകരാജ്യങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അങ്ങനെ പുറകിൽ നിൽക്കുന്ന രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ പട്ടിണി മാറ്റാൻ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്ന് ഭക്ഷ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുകയും പൊതുവിപണിയിൽ കാര്യക്ഷമമായി ഇടപെടുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ചെയ്തിട്ടുള്ള എന്താ? നമ്മുടെ കാർഷിക മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്ന, സബ്സിഡി എടുത്താൽ യൂറിയയുടെ സബ്സിഡി, നൽകിക്കൊണ്ടിരിക്കുന്ന സബ്സിഡി വലിയ നിലയിൽ കുറച്ചിരിക്കുന്നു. കണക്കിലേക്ക്, എല്ലാത്തിന്റെയും കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല. എത്ര മാത്രമാണ് കുറവ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കണക്കിലൂടെ വ്യക്തമാകാൻ കഴിയുന്നു. റൂറൽ ഡെവലപ്മെന്റിൽ മാത്രം 33,820 കോടി എന്നുള്ളത്, ക്ഷമിക്കാൻ 3,31,820 കോടി എന്നുള്ളത് 2,82,566 കോടിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ലോകമാകെ ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യ കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങൾ നോക്കുക, ബയോടെക്നോളജിയുടെ മേഖലയിൽ നീക്കിവച്ചിട്ടുള്ള തുക 2,683 കോടിയിൽ നിന്ന് 2,251 കോടിയിലേക്ക് കുറച്ചിരിക്കുകയാണ്. ഇങ്ങനെ കുറക്കലിന്റെ കണക്കാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക്, സാധാരണക്കാർക്ക് കൃഷി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വീട്ടാവശ്യത്തിന് വൈദ്യുതി വേണ്ടി വരും. കൊമേഴ്സ്യൽ പർപ്പസിന് ഉൾപ്പെടെ വൈദ്യുതി വേണം. ആ വൈദ്യുതിയുടെ മേഖലയിൽ നീക്കിവച്ചിരിക്കുന്ന തുകയിൽ വരുത്തിയിട്ടുള്ള കുറവ് നോക്കുക. 21,811 കോടിയിൽ നിന്ന് 21,787 കോടിയിലേക്ക് വൈദ്യുതി മേഖലയിൽ, പവർ സെക്ടറിലെ നീക്കിയിരിപ്പ് കുറച്ചിരിക്കുന്നു. നമ്മുടെ വാട്ടർവേയുടെ ഷിപ്പിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് നീക്കിയിരിപ്പ് 2,890 കോടിയിൽ നിന്ന് 2,865 കോടിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. നീക്കിയിരിപ്പ് എല്ലാത്തിനും വളരെ കുറവാണ് എന്നൊരു യാഥാർത്ഥ്യം, കഴിഞ്ഞ ബജറ്റുകളെ അപേക്ഷിച്ച് കുറവാണെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, താങ്കൾക്ക് മറുപടി പറയാം. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ, പിണറായി വിജയൻ മുഖ്യമന്ത്രി അടക്കം, ധനമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും ഇപ്പോൾ പ്രതിപക്ഷ MP-മാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം BJP അക്കൗണ്ട് തുറന്നതോടെ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളതാണ്. അതിനുള്ള മറുപടി പറഞ്ഞു തുടങ്ങാം. അല്ല, അതിനു മുമ്പ് ഈ ഫ്രാൻസിസ് ജോർജ് മുൻപ് MP ആയിരുന്നപ്പോൾ പിന്തുണച്ച ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. അന്ന് ഈ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. താങ്ങുവില റബ്ബറിന് പ്രഖ്യാപിക്കണമെന്ന് ഇപ്പോൾ പറയുന്ന ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ളവർ അല്ലേ ഈ റബ്ബറിനെ കാർഷിക വിളയല്ലാതാക്കിയത്? റബ്ബറിൻ്റെ താങ്ങുവിലയെക്കുറിച്ച് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വിലപിച്ചുകൊണ്ടിരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ റബ്ബറിന് വേണ്ടി എന്താണ് ചെയ്തത്? BJP സർക്കാർ റബ്ബറിൻ്റെ സ്വാഭാവിക റബ്ബറിൻ്റെ വില വർദ്ധിപ്പിക്കാൻ ഇറക്കുമതി ചുങ്കം, എന്താ പറയണ്ടേ, ഘാട്ടുടമ്പടിയുടെ അന്തർദേശീയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്സ് ചെയ്യാവുന്ന മാക്സിമം ചുങ്കം ഏർപ്പെടുത്തി പല നടപടികൾ നിലവിലുള്ള അന്താരാഷ്ട്ര കരാറുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാൻ പറ്റുന്ന എല്ലാ നടപടികളും നിലപാടുകളും BJPയുടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. രണ്ട്, നിങ്ങളും ശിവദാസനും, പ്രിയപ്പെട്ട ശിവദാസനും പറഞ്ഞു നീക്കിവയ്പ്പുകൾ കുറച്ചു. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. ഈ ബഡ്ജറ്റ് പേപ്പറിൻ്റെ കൂടെ ഓരോ വകുപ്പിലും നീക്കി വച്ചിരിക്കുന്ന തുകയുണ്ട്. ഇപ്പോൾ അഗ്രികൾച്ചറിന്
51,851 കോടി രൂപയാണ് നീക്കി വച്ചിരിക്കുന്നത്. അത് 2022-23 1,25,000 ഓരോ വകുപ്പുകളും നോക്കിക്കോളൂ. നീക്കി വച്ചിരിക്കുന്ന ഈ ബജറ്റിൽ നീക്കി വച്ചിരിക്കുന്ന കഴിഞ്ഞ ബജറ്റുകളിൽ നിന്ന് കൂടുതൽ കൂടുതലുണ്ട്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് എനർജി സെക്ടർ പറഞ്ഞു 2022-23 272 കോടി രൂപയായിരുന്നു ഈ ഗരീബ് കല്യാൺ, പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി. 2022-23 272 കോടിയായിരുന്നു. ക്ഷമിക്കണം, 272.802. ഇത്തവണ അത് 2005 220 കോടി രൂപ മാത്രമാണ്. ആ രൂപത്തിൽ അത് കുറയുന്നു. പ്രധാനമന്ത്രി പോഷൺ അഭിയാൻ പദ്ധതിയിൽ 2023 12,681 കോടി രൂപയാണെങ്കിൽ ഇത്തവണ അത് 12,467 കോടി രൂപയായി ചുരുക്കിയിരിക്കുന്നു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്കും ആ രൂപത്തിൽ കഴിഞ്ഞ വർഷം അത് 90,806 കോടി രൂപയായിരുന്നെങ്കിൽ ഇത്തവണ അത് 86,000 കോടിയാണ്. എല്ലാ സെക്ടർ എടുത്തു നോക്കുമ്പോഴും കുറവാണ് ഇത്തവണ നീക്കിയിരിപ്പ്. അതൊരു യാഥാർത്ഥ്യമാണ് ശ്രീ നമ്പൂതിരി. ഇല്ല, ഞാനൊന്ന് അല്ലല്ല, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അത് തന്നെ കാർഷിക മേഖലയ്ക്ക് 1,51,851 കോടി രൂപ. പിന്നെ ഇവിടെ സൂചിപ്പിച്ച വിദ്യാഭ്യാസം 1,25,638. 2022-23 അത് 98,567. എനർജിയിൽ 65,717 68,769. ഹെൽത്തിന് ആരോഗ്യ മേഖലയ്ക്ക് 73,551 89,287 ഈ പുതിയതായി വന്നപ്പോൾ. അതേപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റ് കഴിഞ്ഞ മുൻ വർഷങ്ങളിലേക്കാൾ കുറഞ്ഞോ കൂടിയോ? ഏതാ നീക്കിയിരിപ്പ് കുറഞ്ഞോ കൂടിയോ? ഈ ഹെൽത്തിന് 7,000. അതന്നെയാണ് പറഞ്ഞത്. 73,551 2022 89,287 ഈ ബജറ്റിൽ വന്നാൽ അത് കുറവാണോ കൂടുതലാണോ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ തവണത്തേതുമായി കമ്പയർ ചെയ്യൂ ശ്രീ നമ്പൂതിരി. കാർഷിക മേഖലയ്ക്ക് ഞാൻ പറയട്ടെ മാഡം, ഞാനൊന്ന് പറയട്ടെ. ഞാൻ നിങ്ങൾ പറഞ്ഞത് ശുദ്ധ കള്ളമാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതിനെ എന്നെ സംസാരിപ്പിക്കാൻ അനുവദിക്കാത്തതിന് എന്താ അർത്ഥം? റൂറൽ ഡെവലപ്മെന്റിന് 23,896 രൂപ 2022-23. ഇപ്പോൾ അത് 2,65,808 രൂപ. എവിടെയാണ് കുറഞ്ഞതെന്ന് പറയൂ. റൂറൽ ഡെവലപ്മെന്റ് ശിവദാസന്റെ ഏത് കണക്കാന്ന് എനിക്കറിയില്ല. അത് AKG സെന്ററിൽ നിന്ന് തന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഈ ബജറ്റ് പേപ്പറിന്റെ കൂടെ ഉള്ളതാണ്. ഞാൻ MB ഒന്നും അല്ല, എനിക്ക് പക്ഷേ കിട്ടിയതാണ്. MBക്ക് കിട്ടുന്നത് പോലെ കിട്ടിയിട്ടില്ല, പക്ഷേ ആ ബജറ്റ് പേപ്പറിന്റെ കൂടെ ഉള്ളതാണ്. റൂറൽ ഡെവലപ്മെന്റിന് 2,38,396 രൂപയായിരുന്നത് ഇപ്പോൾ 2,65,808 രൂപ. ഇതിലേതാ കൂടുതലാണോ കുറവാണോ ഇപ്പം വന്നത്? ഇപ്പം വെറുതെ നിങ്ങൾ കയറി അങ്ങോട്ട് അടിക്കരുത്. ഒന്നിനി അത് രണ്ടാമത് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഞാനൊന്ന് പറയട്ടെ. ഞാൻ റൂറൽ ഡെവലപ്മെന്റിനെയാണ് പറഞ്ഞത്, നോക്കിക്കോളൂ. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ റൂറൽ ഡെവലപ്മെന്റ് എടുത്തു തന്നെയാണല്ലോ പറഞ്ഞത്. നിങ്ങൾ ഈ ശിവദാസനും ഫ്രാൻസിസ് ജോർജും സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് കയറി സംസാരിച്ചില്ലല്ലോ. ഞാൻ കണക്ക് പറയുമ്പോൾ മാത്രമേ എന്താ നിങ്ങൾ കയറി ഇടപെടുന്നത്? ഞാൻ കറക്റ്റ് ഞാൻ സർക്കാർ അല്ലല്ല ബജറ്റിനോട് ഇന്നത്തെ കേന്ദ്ര ബജറ്റിനോടൊപ്പം സർക്കാർ പ്രസിദ്ധീകരിച്ച സർക്കാർ പാർലമെന്റ് സഭയിൽ വെച്ച പേപ്പർ നോക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ രേഖകൾ നോക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനി തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി 86 കോടി രൂപ അനുവദിച്ചു. ഇതിനു മുമ്പും ഒരു വട്ടം അത് 90 കോടി അനുവദിച്ചു. പക്ഷേ 1,00,000 കോടി രൂപയിലേറെ അന്ന് ചെലവാക്കി കോവിഡ് കാലത്ത്. അപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടി ഒരു ബജറ്റിൽ നീക്കിയിരിപ്പ് ഒരു എമൗണ്ട് കഴിഞ്ഞ വർഷത്തെ ചെലവഴിച്ച കണക്കനുസരിച്ച് അല്ലെങ്കിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ആക്ച്വൽ എക്സ്പെൻസ് അനുസരിച്ച് ഒരു ബജറ്റിൽ ഒരു പ്രപ്പോസൽ വരും. ആ പ്രപ്പോസലിൽ കൂടാൻ രണ്ടാമത് കൂടാം. ഇതൊരു പ്രപ്പോസൽ മാത്രമാണ് ഈ ബജറ്റിൽ. ഇതിന്റെ സ്വാഭാവികമായി ഈ തുക ഇപ്പൊ 86 കോടി രൂപ പോരാതെയാണോ
താങ്കൾ പറയുന്നത് അപ്പോൾ കൂടിയ എല്ലായിടത്തും ചരിത്രമുണ്ടല്ലോ. നീക്കിയിരിപ്പ് കൂടുതലാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് എല്ലാ മേഖലയിലും നീക്കിയിരിപ്പ് ഞാൻ കൂടി. പറയുന്നത് 2022-23 അപേക്ഷിച്ച് പ്രധാനപ്പെട്ട മേഖലകളിലെല്ലാം നീക്കിയിരിപ്പ് കുറഞ്ഞ മേഖലകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ റൂറൽ ഡെവലപ്മെന്റ്, എനർജി ഡെവലപ്മെന്റ്, ഹെൽത്ത്, കാർഷിക മേഖല, എഡ്യൂക്കേഷൻ കാർഷിക ഉൾപ്പെടെയുള്ള മേഖലയിലൊക്കെ കുറവാണ്. പ്രധാനപ്പെട്ട മേഖലകളിൽ ഇൻഫ്രാസ്ട്രക്ചർ, കാർഷിക മേഖല 1,51,000 കോടി രൂപ കാർഷിക മേഖലയുടെ വികസനത്തിനായി നടന്നു. അപ്പോൾ കഴിഞ്ഞ തവണ എത്രയുണ്ടായിരുന്നു? 48.25 ലക്ഷം കോടി രൂപയുടെ ബജറ്റിൽ കാർഷിക മേഖലയ്ക്കായി അനുവദിക്കപ്പെട്ടിരിക്കുന്നത് മൊത്തം ബജറ്റിന്റെ 3.15% മാത്രമാണ് ശ്രീ നമ്പൂതിരി. 2019 മുതൽക്ക് ഇങ്ങോട്ട് കാർഷിക മേഖലയ്ക്ക് കുറയുകയാണ്. അല്ലല്ല മാഡം അല്ലല്ല അങ്ങനെ അങ്ങ് എഴുതി പോകാതെ, ഞാൻ തുക പറഞ്ഞപ്പോ നിങ്ങൾ തുക കുറവാണെന്ന് ആദ്യം പറഞ്ഞു. ഞാൻ തുക പറഞ്ഞപ്പോൾ നിങ്ങൾ പെർസെന്റേജ് കുറവാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകിൽ നിങ്ങൾ തുകയിൽ പിടിച്ചു നിൽക്കൂ, അല്ലെങ്കിൽ പെർസെന്റേജ് പിടിക്കൂ. ഞാൻ പറഞ്ഞത് 2022-23 അനുവദിച്ച തുകയേക്കാൾ 2024-25 വർഷത്തേക്ക് തുക കൂടുതൽ അനുവദിച്ചിട്ടുണ്ട്. ഡോക്ടർ വി ശിവദാസൻ ഇതിനെ ഖണ്ഡിക്കുന്നുണ്ടോ? അത് കാർഷിക മേഖലയ്ക്കുണ്ട്, വൈദ്യുതി മേഖലയ്ക്കുണ്ട്. ശിവദാസൻ ഇതിനെ ഖണ്ഡിക്കുന്നുണ്ടോ? തീർച്ചയായും കണക്ക് പറയൂ. താങ്കളുടെ മറുപടി അവസാനിച്ചിട്ടില്ല. താങ്കളിലേക്ക് തന്നെ വരാം. തരാംന്നേ. അല്ലല്ല, ഞാൻ അത് അദ്ദേഹത്തിന്റെ അങ്ങനെയല്ല. ഒരു കാര്യത്തിൽ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അത് ഖണ്ഡിക്കാൻ അങ്ങോട്ട് പോയാൽ പിന്നെ എന്തിനാ അങ്ങനെ ഒരു ചർച്ചയുണ്ടോ? ഞാൻ പറയുന്ന ഓരോ പോയിന്റും ശിവദാസൻ ഓരോ പോയിന്റ് അല്ല, താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? താങ്കൾ പറഞ്ഞ എന്താണ്? 2022-23 അപേക്ഷിച്ച് 2024 കൂടുതൽ നീക്കിയിരിപ്പുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. അതിനെ ഖണ്ഡിക്കുന്ന വാചകം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കുക. അത് താങ്കളിലേക്ക് തന്നെയാണ് ശ്രീ നമ്പൂതിരി, താങ്കളിലേക്ക് തന്നെയാണ് വരിക. ഞാൻ പറയുന്ന ഓരോ പോയിന്റും അങ്ങനെ ഓരോ പോയിന്റിലും പോവില്ല. അങ്ങനെ ഓരോ പോയിന്റിലും പോവില്ലെന്നേ. ഇല്ല, അങ്ങനെ ഓരോ പോയിന്റിലും പോകുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ശിവദാസൻ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞു, അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഖണ്ഡിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. എന്നർത്ഥം കാരണമുണ്ട്. ശതമാന കണക്കുകൾ പുറത്തു വരുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറയട്ടെ, ഒരു മിനിറ്റ്. അദ്ദേഹം പാർലമെന്റിൽ നിന്നല്ലേ വരുന്നത്, പറയട്ടെ. അങ്ങ് പറഞ്ഞ കണക്കിൽ റൂറൽ ഡെവലപ്മെന്റിന്റെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട നീക്കിയിരിപ്പിന്റെ കണക്ക് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച് ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ വായിക്കാം. എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു പെശകുണ്ടെങ്കിൽ അങ്ങ് തെളിയിച്ചുകൊള്ളുക. റൂറൽ ഡെവലപ്മെന്റ് 2022-23 നീക്കിവച്ച തുക 3,31,820 കോടി. 24-25 2,82,566 കോടി. ഈ പറഞ്ഞ വാക്കുകളിൽ എവിടെയെങ്കിലും ഒരു പിശകുണ്ടെങ്കിൽ അങ്ങേക്ക് തെളിയിക്കാവുന്നതാണ്. ഞങ്ങൾ ആരും പിശകായ ഒരു കാര്യവും പറയുന്നില്ല. ഇനിയുമേറെ കണക്കുകളുണ്ട്. എക്സ്പെൻഡിച്ചർ ഓഫ് മേജർ ഐറ്റം ഒന്ന് എടുക്കൂ. നിങ്ങളുടെ ബജറ്റിന്റെ കൂടെയുള്ള എക്സ്പെൻഡിച്ചർ ഓഫ് മേജർ ഐറ്റം ഒന്ന് എടുക്കൂ. അതിലെ പെൻഷന്റെ, ഡിഫൻസിന്റെ, സബ്സിഡി, പെട്രോളിയത്തിന്റെ, അഗ്രികൾച്ചർ ആക്ടിവിറ്റി, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള എക്സ്പെൻഡിച്ചർ ഓഫ് മേജർ ഐറ്റംസ്. ബജറ്റ് എസ്റ്റിമേറ്റ്, പിന്നീട് വന്നിട്ടുള്ള ബജറ്റിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, 2024-25 ബജറ്റ് പ്രപ്പോസൽ, ഈ 3 ഘടകങ്ങളാണ് സുപ്രധാനമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഈ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഞാൻ ഉദാഹരണം അങ്ങേക്ക് പറഞ്ഞു തരാം. സ്വച്ഛ ഭാരത് അഭിയാന് വേണ്ടി 5,000 കോടി രൂപ നീക്കിവെച്ചു. പക്ഷേ അങ്ങയുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെലവഴിച്ചത് കേവലം 2,100 കോടി രൂപ മാത്രമാണ്. അതിനുശേഷം ഈ ബജറ്റിൽ വീണ്ടും 5,000 കോടി രൂപ അതിനുവേണ്ടി നീക്കിവച്ചിട്ടുണ്ട്. അതിന്റെ യുക്തി എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന MGNREGA അങ്ങൊന്ന് പരിശോധിച്ച് നോക്കൂ. ആ സ്കീമിനകത്ത് കുറവ് ഞാൻ പറഞ്ഞു. 90,806 കോടി രൂപ നേരത്തെ നീക്കിവച്ചിരുന്ന പദ്ധതിക്ക് ഇപ്പോൾ 86,000 കോടി രൂപ മാത്രമാണ് നീക്കിവച്ചിട്ടുള്ളത്. അപ്പോൾ ആക്ച്വൽ എക്സ്പെൻസ് എന്ന് പറയുന്നതാണ് 86,000 കോടി എന്ന് പറയുന്നത്. അത് 90,000 കോടി എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള തുക അതുപോലും അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. സർവ്വശിക്ഷാ അഭിയാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സർവ്വശിക്ഷാ അഭിയാന്റെ കണക്ക്
അങ്ങയ്ക്കും എനിക്കും എല്ലാവർക്കും ഇന്റർനെറ്റിൽ അവൈലബിൾ ആവുന്നതാണ്. ആ കണക്കാണ് നേരത്തെ പറഞ്ഞത് ശ്രീ നമ്പൂതിരി. ശരി, ശ്രീ നമ്പൂതിരി, ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്ന് വരുന്നൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞ് എനിക്ക് ബാക്കിയുള്ള അതിഥികളിൽ പോകേണ്ടതാണല്ലോ. താങ്കളൊന്ന് പറയൂ, കേരളത്തിൽ നിന്ന് ബി ജെ പിയിൽ ഒരു MP യെ ജയിപ്പിച്ച് അയച്ചിട്ട് കേരളത്തിന് എന്ത് കിട്ടി എന്നുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യത്തിനോട് മറുപടി പറയൂ ശ്രീ നമ്പൂതിരി. കേരളം എന്ന് ഉച്ചരിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് പരാതി. ചർച്ച നയിക്കുന്ന സ്മൃതി പരുത്തിക്കാടാണ് ചർച്ച നയിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കാണാൻ വയ്യ, എൻ്റെ മുന്നിൽ TV ഇല്ലാത്തത് കൊണ്ട്. സ്മൃതി പരുത്തിക്കാട് അങ്ങനെ അങ്ങ് പോകുന്നെങ്ങനെ? ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ശിവദാസനെ കൊണ്ട് ಖಂಡಿച്ചിട്ട് പിന്നെ എനിക്കതിന് മറുപടി പറയാൻ പറയുമ്പോൾ അത് പറയാതെ നിങ്ങൾ മറ്റേത് വേറൊരു കാര്യം പറഞ്ഞോളാൻ പറയുന്നത് ശരിയായ നടപടിയല്ല. ഒന്ന്, ശിവദാസൻ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇപ്പോൾ 90,000 കോടി രൂപ 2020-21 കാലത്ത് പ്രധാനമന്ത്രി തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് ആ ബജറ്റ് തൊഴിലുറപ്പ് പദ്ധതിയിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ 90,000 കോടി രൂപ 2020-21 ബജറ്റ് പ്രപ്പോസൽ 90,000 കോടിയാണ്. പക്ഷേ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വന്നത് 1,02,000 കോടി രൂപയാണ്. ആ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ തന്നെ കേന്ദ്രം മുടക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഏത് ഘട്ടത്തിലും ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ്. കഴിഞ്ഞ കാല ചെലവനുസരിച്ച് ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇത്തരം പദ്ധതികൾക്ക് ആദ്യത്തെ ബജറ്റ് തൊട്ട് പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും പറയുന്നത് ഈ ബജറ്റ് പ്രപ്പോസൽ വെച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ പണം ഒരു തടസ്സമാകില്ല. ഒന്നത്. രണ്ട്, ഇനി സർവ്വശിക്ഷാ അഭിയാൻ അടക്കമുള്ളവർ പറഞ്ഞു. ശിവദാസ് ജി, ആ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിക്കാനുള്ള 1,500 കോടി രൂപയിൽ കേന്ദ്രം 750 കോടി അനുവദിച്ചിട്ട് ഈ കേരളം എന്താ അത് ചെലവഴിക്കാത്ത? കേരളത്തിൻ്റെ 750 കോടി ഇല്ലാത്തത് കൊണ്ടാണോ? കേരളത്തിലെ റൂറൽ ഡെവലപ്മെന്റിനും കേരളത്തിലെ കാർഷിക മേഖലയ്ക്കും കഴിഞ്ഞ വട്ടം അനുവദിച്ച തുകയിൽ എത്ര കേരളം ലാപ്സാക്കി? എത്ര വിനിയോഗിച്ചു? നിങ്ങൾ 5,000 കോടി രൂപ കേന്ദ്ര സർക്കാർ നേരിട്ടല്ലല്ലോ സാർ ഈ ശുചിത്വ ഭാരത് മിഷൻ നടപ്പിലാക്കുക, സംസ്ഥാനങ്ങൾ വഴിയാ. സംസ്ഥാനങ്ങൾ എത്ര വിനിയോഗിച്ചു? ഇനി തന്നെ പറയാം, 8,000 കോടി രൂപ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ കാറുകൾ നന്നാക്കാൻ കിട്ടി. അമൃത് സിറ്റി പദ്ധതി അനുസരിച്ച് എത്ര ചെലവാക്കി നിങ്ങൾ? അവിടെയല്ലേ ഒരു പാവം ജോയി കാനം നന്നാക്കാൻ ഈ ബജറ്റിൽ നീക്കിയിരിപ്പ് സംസ്ഥാനത്തിന് വെക്കാത്തത് ഇവിടേക്ക് തന്ന തുക ചെലവഴിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് സംസ്ഥാന BJP ഘടകത്തിന്റെ അവകാശവാദം, അല്ലേ? അതാണ് കേരളം എന്ന് പോലും ഉച്ചരിക്കാഞ്ഞത്. ഞാൻ ചോദിക്കുകയാണ് 24,000 കോടിയുടെ ഒരു പാക്കേജ് അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ കേരളത്തോട് അവഗണന എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ പിന്തുണ ലഭിക്കേണ്ട സംസ്ഥാനങ്ങൾക്ക് മാത്രം വാരിക്കോരി കൊടുക്കുക, കേരളത്തെ കുറിച്ച് മിണ്ടിയിട്ടില്ല. അല്ലെന്നേ, പാർട്ടി പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പോകുമ്പോൾ കയറി കണ്ടൊരു കത്ത് കൊടുത്താൽ പദ്ധതികളാകില്ല. എന്തിനാ? വിഴിഞ്ഞം പോർട്ടിന് 5,000 കോടി രൂപ. വിഴിഞ്ഞം പോർട്ട് സംസ്ഥാനത്തിന്റെ പദ്ധതിയാ. സംസ്ഥാനമായ 5,000 കോടി വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ആ 5,000 കോടി രൂപ ഞങ്ങൾക്ക് തരണം. കേരളത്തിന് കൊടുത്ത പണം എവിടെ? അത് ചെലവഴിച്ചിട്ടുണ്ടോ? ഇനി സംസ്ഥാനങ്ങൾക്ക് ഈ 2,73,393 കോടിയായിരുന്നത് ഈ വർഷം അത് 3,20,27,787 കോടി രൂപയാ സംസ്ഥാനങ്ങൾക്ക് നീക്കിയിരിപ്പ് വച്ചിരിക്കുന്നത്. ആ 3,27,887 കോടി രൂപ കിട്ടുമ്പോൾ അത് കേരളത്തിന് കിട്ടില്ലേ? ഈ സംസ്ഥാനങ്ങൾക്കുള്ള നീക്കിയിരിപ്പ് ഇങ്ങനെ പറയുമ്പോൾ എന്തിനാണ് ആന്ധ്രയുടെയും ബീഹാറിന്റെയും പാക്കേജ് ഇത്ര കൊട്ടിഘോഷിച്ച് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത്? അത് പ്രഖ്യാപിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ കസേരയ്ക്ക് ഇളക്കം തട്ടും. അതാണ് അതിലെ രാഷ്ട്രീയം. ഞാൻ താങ്കളിലേക്ക് വരാം, ബാക്കിയുള്ളവരിലേക്ക് പോകണമല്ലോ. അല്ലല്ല, അത് അങ്ങനെ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് താങ്കളുടെ അടുത്ത ഘട്ടത്തിൽ താങ്കൾക്ക് പറയാം. നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് കയറി അങ്ങോട്ട് അടിച്ചിട്ട് അങ്ങോട്ട് പോയാൽ എങ്ങനെ ശരിയാകുന്നേ? നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് കയറി അടിച്ചിട്ട് ഒന്നെങ്കിൽ എന്നോട് ചോദിച്ച് എന്റെ മറുപടി. ഫെഡറൽ സംവിധാനത്തിൽ ഇങ്ങനെയാണോ? 2 സംസ്ഥാനങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന 2 സംസ്ഥാനങ്ങൾക്ക് മാത്രം? ഇല്ല, ഞാൻ നിങ്ങളുടെ വാദം അംഗീകരിച്ചു. ഞാനതിന് നിങ്ങളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നണി സംവിധാനം നിലനിർത്താൻ വേണ്ടി ബീഹാറിനും ആന്ധ്രയ്ക്കും കൊടുത്തു എന്നാണല്ലോ നിങ്ങളിപ്പോൾ പറയുന്നത്.
മാഡം ഞങ്ങൾ കൊടുത്തിട്ടേ ഉള്ളൂ, പറഞ്ഞ സാധനം പിൻവലിച്ചിട്ടില്ല. മൻമോഹൻ സിംഗിന്റെ ഒരു സർക്കാർ ഉണ്ടായിരുന്നു, റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചു. മമതാ ബാനർജി ബഹളമുണ്ടാക്കിയപ്പോൾ റെയിൽവേ ബജറ്റ് പിൻവലിച്ചു. അങ്ങനെ ഒരു ചരിത്രമില്ലല്ലോ. ഞങ്ങൾ കൊടുത്തിട്ടേ ഉള്ളൂ. ഞാനിനി അതിന്റെ ബീഹാറിന്റെ പിന്നോക്കാവസ്ഥ, ആന്ധ്രയ്ക്ക് കൊടുത്ത വാഗ്ദാനം, ആന്ധ്രയുടെ തലസ്ഥാനം നിർമ്മിക്കാൻ വേണ്ടിയാണ് ഫണ്ട് കൊടുത്തത്. അത് 2014 ഈ അമരാവതിക്ക് വേണ്ടി തുക നീക്കിവെച്ചതാ. പക്ഷേ രണ്ടാമത് അവിടെ അധികാരത്തിൽ വന്ന സർക്കാർ അമരാവതി പോലെ 4 സംസ്ഥാനം വേണമെന്ന് പറഞ്ഞു. ഞങ്ങളെ പിന്തുണച്ചവർക്ക് കൊടുക്കാനാണെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി ഞങ്ങളെ പിന്തുണച്ചതല്ലേ? അപ്പോൾ പിന്തുണച്ചവർക്കല്ല, അത് ആന്ധ്രയ്ക്ക് ഇപ്പം BJP ഭരിച്ചപ്പോൾ 2 ബീഹാറും ഉത്തർപ്രദേശും മധ്യപ്രദേശും ഞങ്ങൾ വിഭജിച്ചു, 3 സംസ്ഥാനങ്ങളുണ്ടാക്കി. ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. കോൺഗ്രസ് ഒറ്റ സംസ്ഥാനം വിഭജിച്ചു, അത് ആന്ധ്രയാണ്. ആന്ധ്രയിലാണ് ഈ പ്രശ്നം നിൽക്കുന്നത്. ഡോക്ടർ മേരി ജോർജ്, ഞാനൊരു സാമ്പത്തിക വിദഗ്ധയിലേക്ക് പോകട്ടെ. ഡോക്ടർ മേരി ജോർജ്, ഈ ബജറ്റിനെ എങ്ങനെയാണ് ഒരു സാമ്പത്തിക വിദഗ്ധ എന്ന നിലയ്ക്ക് കാണുന്നത്? നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റാണ്. മോദി സർക്കാരിന്റെ 3ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് കൂടിയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ നിന്നും കണ്ട ആത്മവിശ്വാസം ഈ ബജറ്റിൽ നിർമ്മല സീതാരാമനുണ്ടോ? ഈ സാധാരണക്കാരോടും ദരിദ്രരോടും നീതി കാണിക്കുന്ന ഒരു ബജറ്റായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? അതായത് എനിക്ക് പ്രഥമ വീക്ഷണത്തിൽ തന്നെ, അതായത് ഞാൻ ബജറ്റ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഒരു വികാരം, ഇതൊരു പ്രോ ആന്ധ്ര, പ്രോ ബീഹാർ, പ്രോ കോർപ്പറേറ്റ് ബജറ്റാണ് എന്നാണ്. കാരണം ആന്ധ്രയുടെ കാര്യങ്ങളും ബീഹാറിൻ്റെ കാര്യങ്ങളും, അതായത് വലിയ തരത്തിലുള്ള ഫണ്ടിങ് അവർക്കൊക്കെ കൊടുക്കുന്നു, അവരുടെ പേര് പലയാവർത്തി വിളിച്ചു പറയുന്നു. അതുപോലെ തന്നെ ഈ കോറിഡോറുകൾ, വിശാഖപട്ടണം ബാംഗ്ലൂർ കോറിഡോർ, ആന്ധ്ര ബാംഗ്ലൂർ കോറിഡോർ എന്നൊക്കെ പറഞ്ഞ് വ്യവസായ ഇടനാഴികൾ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് ബീഹാറിന് വേണ്ടി കൊടുത്ത എല്ലാ പദ്ധതികളും കഴിഞ്ഞ് ടൂറിസത്തിന് മേഖലയിൽ ഒരു ഗയ കോറിഡോർ, ടൂറിസം കോറിഡോർ വരുന്നു, ബോധി ടൂറിസം കോറിഡോർ വരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നി ഈ ബജറ്റിൻ്റെ ഫോക്കസ് ഈ 2 രാജ്യങ്ങളിലുമാണെന്ന്. അപ്പോൾ വെറുതെ അല്ല ഇതിനെ ബജറ്റിനെ വിമർശിച്ചുകൊണ്ട് ഇത് കസേര നിലനിർത്താനുള്ള ബജറ്റാണ് ആർക്കും തോന്നും, കോമൺ സെൻസ് ഉള്ള ആർക്കും തോന്നാവുന്നതാണ്. ആ ബജറ്റിൻ്റെ അവതരണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ 2 സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത പ്രാധാന്യം നോക്കുമ്പോൾ, അതായത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഇപ്പം നമ്മൾ തന്നെ 10 വർഷമായി എയിംസിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതോ എയിംസിൻ്റെ പ്രസക്തി കേരളത്തെ സംബന്ധിച്ച് എന്താണ്? കേരളത്തിൽ 44 പുഴകളുണ്ടെന്ന് പറയുന്ന ഈ കേരളത്തിൽ ഈ 44 പുഴകളും വിഷവാഹിനികളായിട്ടാണ് ഇപ്പോൾ ഒഴുകുന്നത്. അതായത് മാലിന്യ കൂമ്പാരമാണ് പുഴകളിലൂടെ കാണുന്നത്. അത്തരം ദുഷ്കരമായ ഒരു സാഹചര്യം. അപ്പോൾ നമുക്കറിയാം എല്ലാത്തരം പകർച്ചവ്യാധികളും കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു എയിംസ് വരിക, അത് ഇവിടുത്തെ ആവശ്യം കൊണ്ട്. ഇനി നമ്മുടെ അർഹത നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് തയ്യാറാക്കാൻ തുടങ്ങിയ കാലം മുതൽ കേരളം വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഈ രാജ്യം അങ്ങനെയല്ല. അപ്പോൾ ഈ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ ആധാരശിലകൾ എന്ന് പറയുന്നത് ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ പെർ ക്യാപിറ്റ ഇൻകം, ലോഞ്ചിവിറ്റി അഥവാ ആയുർദൈർഘ്യം, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം. അങ്ങനെയുള്ള ഒരു കേരളം, ഹെൽത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം, ഒരു എയിംസ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ആരോഗ്യ പെർഫോമൻസ് കൊണ്ട് തന്നെ കേരളം അത് അർഹിക്കുന്നു. അതോടൊപ്പമാണ് ഇപ്പോൾ കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു എയിംസ് മാത്രമല്ല, ഞാൻ ശരിക്കും നിർമ്മല സീതാരാമന് കുറേ പ്രപ്പോസൽസ് അയച്ചിരുന്നു. അതിൻ്റെ കൂടെ ആവശ്യപ്പെട്ടിരുന്നതാണ് കേരളത്തിൽ കൊച്ചിയിൽ ഒരു ഖരമാലിന്യ പ്ലാന്റ്, അതുപോലെ തിരുവനന്തപുരത്ത് ഒരു ഖരമാലിന്യ പ്ലാന്റ്, കോഴിക്കോട്ടൊരു ഖരമാലിന്യ പ്ലാന്റ്, അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ അതിന് റിപ്ലൈ ഒന്നും തന്നില്ല, അവരത് അവഗണിച്ചു എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അത് പോകട്ടെ. അപ്പം ഇങ്ങനെ
ഉള്ള ഒരു സാഹചര്യം. ഒരു കാര്യവും കൂടി ഓർക്കണം സ്മൃതി, 2017 BJP തന്നെ കൊണ്ടുവന്ന ഒരു ദേശീയ ആരോഗ്യ നയമുണ്ട്. ആ ദേശീയ ആരോഗ്യ നയത്തിൽ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ബജറ്റിൻ്റെ 2% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കണം, സംസ്ഥാന ഗവൺമെൻറ് ബജറ്റിൻ്റെ 8% ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കണം എന്നാണ്. അപ്പോൾ ഈ ബജറ്റിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സമയം കിട്ടിയില്ല പെർസെൻറ്റേജ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതായത് GDPയുടെ എത്ര ശതമാനമുണ്ട്, ആ 2017 ശേഷം ഉണ്ടായ ഒരു BJP ബജറ്റിലും ഇത് 2% വരെ ഉയർത്തിയിട്ടില്ല. അതായത് 2020 അത് 2% ആക്കണം എന്നായിരുന്നു ആ നയത്തിലുണ്ടായിരുന്നത്. പക്ഷേ 2020 കഴിഞ്ഞ് ഇപ്പോൾ 2024-25 ബജറ്റ് ആവുകയാണ്. ഇതുവരെ അത് 2% ഉയർന്നിട്ടില്ല. അപ്പോൾ ആരോഗ്യ മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ്. അതുപോലെ തന്നെ ആ കുറവിൻ്റെ കൂടെയാണ് നമ്മുടെ എയിംസിനുള്ള റിക്വസ്റ്റ് തള്ളിക്കളഞ്ഞത്. അപ്പം അത് തന്നെയുമല്ല, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും പാകപ്പിഴ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എയിംസിന് വേണ്ടി കൃത്യമായിട്ട് എവിടെയാണ് അത് വരുന്നത്, അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഇതുവരെ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയോ തെറ്റോ എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമല്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്കത് കിട്ടിയില്ല. പിന്നെ പോട്ടെ, വേറെ ഒരുപാട്. ഉദാഹരണത്തിന് ഞാൻ തന്നെ കൊടുത്ത പ്രപ്പോസലിലുണ്ടായിരുന്നു ഒന്ന് 60+ പോപ്പുലേഷൻ്റെ കാര്യം. ഇന്ത്യ 144 കോടി 17 ലക്ഷം ജനങ്ങൾ. എപ്പോഴും ചാനലിൽ എല്ലാവരും പറയും 140 കോടി എന്നാണ്, പ്രധാനമന്ത്രി അടക്കം. പക്ഷെ അത് ശരിയല്ല. UNFPOയുടെ കണക്കനുസരിച്ച് 144 കോടി 17 ലക്ഷമാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. അങ്ങനെ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഒരു ഏതെങ്കിലും ഒരു അതായത് ഈ 60+ ആയിട്ടുള്ള പോപ്പുലേഷൻ ഓൾ ഇന്ത്യ തലത്തിൽ 7%. പക്ഷേ കേരളത്തിൽ അത് 17% മുകളിലാണ്. അതുപോലെ ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത് 20-നും 59-നും ഇടയ്ക്ക് പ്രായമുള്ളവരുടെ തോതും 60-ന് മുകളിൽ പ്രായമുള്ളവരുടെ അതാണ് ആ തോത്, ആ റേഷ്യോയാണ് ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്. അത് കേരളത്തിൽ 23.8%. അതേസമയത്ത് ഓൾ ഇന്ത്യ തലത്തിൽ വെറും 16%. അപ്പോൾ ഇങ്ങനെയുള്ള കേരളത്തിന് ജെറിയാട്രി കെയറിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സ്കീം, ഒരു അലൊക്കേഷൻ വേണമെന്ന് ഈ കാര്യകാരണ സഹിതം ഞാൻ നിർമ്മല സീതാരാമന്, ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് എഴുതിയിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യമൃഗ സംഘർഷം വളരെ കൂടുതലായിട്ട് നിലനിൽക്കുന്ന കേരളം, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകൾ, ഏത് ജില്ലയിലാണ് ഇല്ലാത്തത്? ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ വന്യമൃഗ പ്രശ്നമില്ലാത്തത്. ബാക്കി എല്ലാ ജില്ലകളിലുമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വനവ്യവസ്ഥിതി ഒത്തിരി മാറിപ്പോയി. അതിന് മനുഷ്യരും കാരണക്കാരാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അതായത് ഈ മഞ്ഞക്കൊന്ന, അതുപോലെ യുക്കാലിപ്സ്, അതുപോലെ തേക്ക് മുതലായ വെള്ളം വലിച്ചെടുക്കുന്ന മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. അതുപോലെ ഗ്വാളിയർ റൈൻസ് കേരളത്തിൽ പ്രവർത്തിച്ചു, കോഴിക്കോട്ട്. ഏതാനും വർഷം മുൻപാണ് അത് പൂട്ടിപ്പോയത്. അവരുടെ ഇന്ധനം എന്തായിരുന്നു? അവരുടെ റോ മെറ്റീരിയൽ എന്തായിരുന്നു? ബാംബു, അതായത് മുളയായിരുന്നു അവരുടെ റോ മെറ്റീരിയൽ. അങ്ങനെ മുള മുഴുവനും വെട്ടി നശിപ്പിച്ചു. പകരം റീപ്ലാന്റ് ചെയ്യാനുള്ള ഒരു ഗവൺമെൻറ്റും ശ്രമം നടത്തിയില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ആ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ഒരു ആവാസ വ്യവസ്ഥ, അവർക്ക് തിന്നാനുള്ള സാധനങ്ങളോ ജലമോ ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ ഉപയോഗിച്ച് കോൺക്രീറ്റ് ട്രഞ്ചുകൾ നിർമ്മിക്കുക, അങ്ങനെ ഒരുപാട് പ്രപ്പോസൽസ് ഞാൻ എൻ്റെ പ്രപ്പോസലിൻ്റെ കൂട്ടത്തിൽ നിർമ്മല സീതാരാമൻ, എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു. പക്ഷെ അതൊന്നും കേട്ട പോലും ഇതുപോലും നടിച്ചില്ല. അതേസമയത്ത് നമ്മുടെ ധനമന്ത്രി തന്നെ കൊടുത്ത പ്രപ്പോസൽസ് അതിനെപ്പോലും ഒന്ന് ഗവനിച്ചില്ല എന്ന് കാണുമ്പോൾ എന്നെപ്പോലെയുള്ള ഒരു സാധാരണ സ്ത്രീ കൊടുക്കുന്ന പ്രപ്പോസലിനെ എങ്ങനെ എടുത്തെറിയും എന്ന് നമുക്ക് എങ്ങനെ അവഗണിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കേരളത്തിന് വേണ്ടി ഒരുപാട് പ്രപ്പോസൽസ് കേരളം തന്നെ സബ്മിറ്റ് ചെയ്തു, അതുപോലെ ധനമന്ത്രി സബ്മിറ്റ് ചെയ്തു, അതുപോലെ വ്യക്തികൾ, ഞാൻ മാത്രമൊന്നും ആയിരിക്കത്തില്ല, ഇവിടുന്ന് പോയിരിക്കുന്ന MP-മാരൊക്കെ ഇതുപോലെ പല ഡിമാൻഡ്സും വെച്ചിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ട് പോലും ഒരു വേർഡ് കേരളത്തെ പറ്റി പറഞ്ഞില്ല. അതുപോലെ ഞാൻ പറഞ്ഞിരുന്ന മറ്റൊരു എണ്ണാണ് കാർബൺ ക്രെഡിറ്റ്. അതായത് വനവിസ്തൃതിയുടെ തോതനുസരിച്ച്, അതായത് കാർബൺ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമല്ലോ,
പിന്നെ വനമുണ്ടെങ്കിൽ അപ്പം അങ്ങനെ വനവിസ്തൃതിയുടെ തോതനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കാർബൺ ക്രെഡിറ്റ് കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ശരി. അതായത് അത് താങ്കൾ തന്നെ വനവിസ്തൃതി മുന്നോട്ട് വെച്ച ചില വർദ്ധിപ്പിക്കാൻ മറ്റ് കാര്യങ്ങൾ സംസ്ഥാനങ്ങളെ പ്രേരിപ്പിക്കും. അതിലുണ്ടായ അവഗണന അതുകൊണ്ടാണ് കൂടിയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ശ്രീ CP ജോൺ, ഇപ്പോൾ ജനപ്രിയമല്ലാത്ത ഒരു ബജറ്റാണോ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെതായി വന്നിരിക്കുന്നത്? അതോടൊപ്പം തന്നെ കോൺഗ്രസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അതേപടി കോപ്പി അടിച്ചുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടി നിർമ്മലാ സീതാരാമൻ നടത്തിയിരിക്കുന്നു എന്ന്. അത് ഏത് ഖണ്ഡികയിലെ ഏത് ഭാഗമെന്നൊക്കെ കൃത്യമായി ചിദംബരം പറയുന്നുമുണ്ട്. എങ്ങനെയാണ് ഈ ബജറ്റിനെ കാണുന്നത്? ഈ ബജറ്റ് ഒരു 11ാമത്തെ വർഷം ഭരിക്കാൻ വന്ന ഒരു ഗവൺമെൻറ് 15 വർഷത്തേക്കുള്ള അവരുടെ ഭരണത്തിൻ്റെ ഒരു മാർഗരേഖയായി മാറ്റേണ്ടതായിരുന്നു. പക്ഷേ ഈ ബജറ്റിൻ്റെ ക്രാഫ്റ്റ് ആണെങ്കിലും അതിൻ്റെ ഡെലിവറി ആണെങ്കിലും ഒട്ടും ആകർഷണീയമായില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. അതേപോലെ തന്നെ ഈ ബജറ്റിൻ്റെ അക്കങ്ങളിലേക്കും വരികളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഇറ്റ് കൺസീൽസ് മോർ ദാൻ ഇറ്റ് റിവീൽസ് എന്ന് പറയുന്നത് പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും വ്യക്തമായി പറയാതിരിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള ഒരു ശ്രദ്ധ നിർമ്മലാ സീതാരാമൻ കാണിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഓരോ ഭാഗമായിട്ട് എടുക്കാം. നമ്മളങ്ങോട്ട് എന്ത് പറഞ്ഞു എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല. 9 പ്രയോറിറ്റി സെക്ടറുകളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ MSME സെക്ടറിനെ കുറിച്ചാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ എല്ലാവരും ഇപ്പോൾ മീഡിയയെല്ലാം എഴുതി കാണിച്ചു മുദ്രാ ലോൺ 20 ലക്ഷമാക്കി. പക്ഷേ സൂക്ഷ്മ വായനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 10 ലക്ഷം രൂപയുടെ ലോൺ എടുത്ത് കൃത്യമായി തിരിച്ചടച്ചവർക്ക് അത് 20 ലക്ഷം കൊടുക്കുന്നതാണ് എന്നതാണ്, പുതിയ ആൾക്കല്ല. പക്ഷേ 20 ലക്ഷം കൊടുക്കുന്നു എന്നാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും സ്ക്രോൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൃത്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ വിഷയം. അതേപോലെ തന്നെ ഈ MSME സെക്ടറിനകത്ത് ലോൺ എടുത്ത് തകർന്നു പോയ ആളുകൾ, അവരെക്കുറിച്ചാണല്ലോ ഗവൺമെൻറ് ആദ്യം അവരുടെ കൺസേൺ അതായിരിക്കണമായിരുന്നു. അപ്പോൾ ഈ MSME സെക്ടറിൽ തകർന്നു പോയ ആളുകളുടെ ഒരു പുനർക്രമീകരണത്തിന് വേണ്ടി ഇനി അവരുടെ ലോണെങ്കിൽ ലോണ് അതൊന്ന് പലിശ കുറച്ച് വീണ്ടും ഒന്ന് റീഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടി കോവിഡ് കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല. കാരണം ഞാൻ ഈ വർഷം പ്രതീക്ഷിക്കാൻ കാരണം നമ്മുടെ എക്കണോമിക് സർവേ വന്നപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞു 5.8% GDP-യുടെ 5.8% ധനക്കമ്മി. വലിയ ധനക്കമ്മിയാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് 3-ലധികം പാടില്ല എന്നാണ് പറയുക. അത് വളരെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്തവണ 5.1 കുറയുമെന്ന് എക്കണോമിക് സർവേക്കും അതിന് മുമ്പുള്ള ചർച്ചകളിലുണ്ടായിരുന്നു. ഇപ്പോൾ 4.9 അപ്പോൾ 1% ധനക്കമ്മി കുറഞ്ഞു. GDP-യുടെ 1%, ചെറിയ തുകയല്ല. 2.9 ലക്ഷം കോടിയാണ് നമ്മുടെ GDP എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും വലിയ ഒരു റൂം അല്ലെങ്കിൽ ഒരു എൽബോ റൂം കിട്ടിയ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതേപോലെ തന്നെ അപ്പോൾ അതിന് പകരം ഇനി അടുത്ത വർഷം 4.5 കുറയ്ക്കും ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നല്ലതാണെങ്കിലും കിട്ടിയ ആനുകൂല്യങ്ങൾ, ഇപ്പോൾ റിസർവ് ബാങ്കിൽ നിന്ന് 2 ലക്ഷം കോടി രൂപ കിട്ടി. ആ 2 ലക്ഷം കോടി രൂപ കുറച്ചെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ തകർന്നടിഞ്ഞവർക്ക് വേണ്ടി കൊടുക്കുക എന്നൊരു സമീപനം പണ്ട് മോഡിക്കില്ല, ഗവൺമെൻറ്റിനില്ല, ഇപ്പോഴുമില്ല. അതുതന്നെയാണ് കർഷകരുടെ കാര്യത്തിൽ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ അവർ മില്ലറ്റ്, അതായത് ചെറുധാന്യങ്ങളുടെ ഒരു വലിയൊരു ക്യാമ്പയിൻ കൊണ്ടുപോയിരുന്നു. ഈ ബജറ്റ് വരുമ്പോൾ അതിനെക്കുറിച്ച് എന്തായി, അവിടെ എത്തി, അടുത്തത് എന്താണ്? അതേപോലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടൊരു മേഖലയാണല്ലോ മിൽക്ക്. ഇന്ത്യയുടെ മിൽക്ക് സെക്ടർ എന്ന് പറയുന്നത് ഒരു ബജറ്റും ഒരിക്കലും ഒരു വരി എഴുതാതെ വിട്ടിട്ടില്ല എൻ്റെ അറിവിൽ. പക്ഷേ അതൊന്നും ഈ ബജറ്റിൽ നമുക്ക് കാണുന്നില്ല. ധാന്യ ഉൽപ്പാദനത്തിൻ്റെ ഈ ബജറ്റ് വായിക്കുമ്പോൾ ധാന്യ ഉൽപ്പാദനം എവിടെ എത്തി, അത് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, ഇങ്ങനെയുള്ള ഒരു വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനോ നൽകാതെ അവർ നാച്ചുറൽ ഫാമിങ്ങിന് 1 കോടി ആളുകളെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് പിരിയുകയാണ്. ഞാൻ എനർജി സെക്ടറിലേക്ക് വന്നാൽ പ്രധാനമായിട്ട് ഭാവിയിലും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തിനാണ് ഇപ്പോൾ എനർജി സെക്ടറിൽ ഇപ്പോൾ അറ്റോമിക് എനർജിയുടെ ചെറിയ യൂണിറ്റുകൾ അല്ലെങ്കിൽ ചെറിയ റിയാക്ടർ, സ്മോൾ റിയാക്ടർ എന്നൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന ആദ്യത്തെ ബജറ്റാണിത്. നമ്മൾ സാധാരണ അറ്റോമിക് എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂജ് റിയാക്ടേഴ്സാണ് നമ്മൾ മനസ്സിലുള്ളത്. പക്ഷേ ഇത്തവണ നിർമ്മലാ സീതാരാമൻ ഈ
പ്രൈവറ്റ് സെക്ടറിൻ്റെ അടക്കം സഹായത്തോടു കൂടിയുള്ള സ്മോൾ റിയാക്ടേഴ്സ് എന്ന വലിയൊരാശയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ന്യൂക്ലിയർ എനർജി ഈസ് എക്സ്പെക്റ്റഡ് ടു ഫോം എ വെരി സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ദ എനർജി മിക്സ് ഫോർ വികസിത് ഭാരത്. അപ്പോൾ വികസിത് ഭാരതത്തിന് വേണ്ടിയിട്ട് സെറ്റിംഗ് അപ്പ് ഭാരത് സ്മോൾ റിയാക്ടേഴ്സ്, സ്മോൾ റിയാക്ടർ നമ്മൾ MSME എന്ന് പറഞ്ഞ പോലെ അല്ല, റിയാക്ടറാണ്, ന്യൂക്ലിയർ റിയാക്ടറാണ്. അപ്പോൾ ആ ന്യൂക്ലിയർ റിയാക്ടറിൽ ചെറു റിയാക്ടറുകൾ എന്ന് വളരെ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഇന്നത്തെ ചർച്ചകളിലൊന്നും അത് അധികം പൊങ്ങി വന്നിട്ടില്ല. ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് 73ാമത്തെ ഖണ്ഡികയിൽ അവർ സൗരോർജ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് 1.28 കോടി രജിസ്ട്രേഷനുകൾ പുരപ്പുറത്ത് സൗരോർജം വെക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കത് സ്വാഗതം ചെയ്യാമല്ലോ. അപ്പോൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് പാരമ്പര്യേതര ഊർജ്ജ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പണ്ടത്തെക്കാളുമൊക്കെ എത്രയോ ഭംഗിയായിട്ട് ഈ റിയാക്ടറുകൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിനെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ബജറ്റിൻ്റെ 48 ലക്ഷം കോടിയുടെ ബജറ്റാണ്, ചെറിയ ബജറ്റല്ല. അതിൽ ഒരു ഫാൻസി നമ്പർ എന്നൊക്കെ നമ്മൾ സിനിമാ താരങ്ങളുടെ കാറിൻ്റെ നമ്പർ ഇടുന്നത് പോലെ 11,11,111 7 ഇടണം. അങ്ങനെ 11.1 ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, കൃത്യമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഖണ്ഡികകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെയും അവർ ഒളിച്ചു വയ്ക്കുക എന്ന് ഞാൻ പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, വ്യക്തത വരുത്തുന്നില്ല. ദിസ് ഇയർ ഐ ഹാവ് പ്രൊവൈഡഡ് ദിസ് മച്ച് crore ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ദിസ് വുഡ് ബി 3.4% ഓഫ് ദ GDP. അപ്പോൾ GDP-യുടെ 3.4% ഇൻഫ്രാസ്ട്രക്ചറിന് മാറ്റിവെക്കുമ്പോൾ റെയിൽവേക്ക് എത്ര, ദക്ഷിണേന്ത്യയിൽ എത്ര, ഉത്തരേന്ത്യയിൽ വ്യക്തത കുറവാണ് താങ്കൾ പ്രധാനമായും ഊന്നുന്നത്. ഞാൻ ശ്രീരാമകൃഷ്ണനിലേക്ക് പോട്ടെ. ശ്രീരാമകൃഷ്ണൻ TB, ഇപ്പോൾ ആദായ നികുതി ഇളവ് എന്നുള്ളത് മധ്യവർഗം കാത്തിരുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു വിചാരിച്ച പോലത്തെ ഇളവും ഉണ്ടായിട്ടില്ല. ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നികുതി ഇളവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും എല്ലാ ബഡ്ജറ്റുകളും വരുന്ന സമയങ്ങൾ ധാരാളം ആഗ്രഹങ്ങളൊക്കെ വെച്ച് പുലർത്താറുണ്ട്. കോമൺ മാൻ എന്താണ് കിട്ടാൻ പോകുന്നത്, പ്രത്യേകിച്ച് ടാക്സേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇപ്രാവശ്യം അത്തരത്തിലുള്ള ധാരാളം എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ആദായ നികുതി കൊടുക്കുന്ന ഒരു നികുതിദായകന് 17,500 രൂപയുടെ ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിലുള്ളൊരു ട്വീക്കിംഗ് നടത്തിയിട്ടുണ്ട് പുതിയ റെഗീമിൽ. അതായത് പഴയ സ്ലാബിലല്ല, ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അതിന് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ ടാക്സേഷൻ രീതിയിലുള്ള നികുതിദായകർക്ക് 17,500 രൂപ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ചെറിയ ട്വീക്കിംഗ് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ലോങ് ടൈം ഗെയിൻ ടാക്സ്, ഈ ടാക്സേഷൻ ഫ്രണ്ടിൽ വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ട്വീക്ക് ചെയ്തുകൊണ്ട് ഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നതൊക്കെ. പക്ഷേ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 15% നിന്ന് അത് 20% ഉയർത്താനുണ്ടായത്. അതുപോലെ തന്നെ ഏറ്റവും മേജർ ചേഞ്ചസ് വന്നിരിക്കുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലാണ്. അവിടെ ട്വീക്കിങ്ങും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റേഷണൈസേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹൗസിംഗ് സെക്ടറിൽ, റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെയാണ്. കാരണം ഇതുവരെ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ 12% ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുമ്പോൾ 2001 മുതൽ ആണ് നമ്മുടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. ആ 2001 ഇൻഫ്ലേഷൻ റിലേറ്റഡ് ഇൻഡെക്സ് വെച്ചിട്ടാണ് കാൽക്കുലേഷൻ നടത്താറ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് അറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 2000 മുമ്പ് വാങ്ങിയിട്ടുള്ള റിയൽ എസ്റ്റേറ്റിന് അത് ബാധകമല്ല, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ബാധകമാണ്, അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് പറയുന്നത്. പക്ഷേ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലൊക്കെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങി അതൊരു ക്യാപിറ്റൽ ഗെയിനിൽ വിൽക്കുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനം ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്, നഷ്ടമാണ് വരുത്താൻ പോകുന്നത് നമ്മൾ പഴയ റെഗീമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ.
അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും അത്തരത്തിലുള്ളതാണ് ചെറിയ ഒരു ഇൻക്രീസ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്ത് അതിനൊരു ജസ്റ്റിഫിക്കേഷനൊക്കെ ഉണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷോർട്ട് ടൈം ഫണ്ടുകളൊക്കെ ഫ്ലോ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. RBI തന്നെ ഒരു കൺസേൺ പറഞ്ഞിരുന്നു, ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ആ കൺസേൺ വെച്ചിട്ട് തന്നെയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. ഇത് വലിയ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ ക്യാപിറ്റൽ മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ ലോങ് ടൈം ക്യാപിറ്റലിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ നടത്തുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഈ അനൗൺസ്മെൻറ്റ് ചെറിയൊരു നെഗറ്റീവാണ്. ഇനി നമ്മൾ മറ്റു സെക്ടറുകളിലേക്ക് വന്നിട്ടുള്ള പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് നമ്മളെ എത്രത്തോളം ഷോർട്ട് ഫാളുകളും അല്ലെങ്കിൽ നമ്മൾക്ക് അലഗേഷനൊക്കെ പറയാമെങ്കിലും കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഫിസ്ക്കൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായാലും ഇന്നത്തെ ബഡ്ജറ്റായാലും നാം കാണുന്നത്. കാരണം ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4.9% ഓഫ് GDP ആണ്. ഈ ഇളവുകളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും ഒക്കെ മറ്റ് സ്റ്റേറ്റുകൾക്ക് വെച്ചുകൊണ്ടും ഈ ബഡ്ജറ്റിലുള്ളത്. തീർച്ചയായിട്ടും അതൊരു എന്താ പറയണ്ടത്, നമ്മൾ ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ധാരാളം ഷോർട്ട് ഫാളുകളുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഡിമാൻഡുകൾ മീറ്റ് ചെയ്തിട്ടില്ല. ഒരു നമ്മൾ ഇൻഡിപെൻഡൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കും കാണാവുന്ന തന്നെയാണ് ഒരു കോയലേഷൻ പ്രഷർ ഈ ബഡ്ജറ്റിലും വന്നിട്ടുണ്ട്. അത് നമ്മൾ മറ്റ് കോയലേഷൻ ഗവൺമെന്റുകൾ ഉള്ളപ്പോഴും കാണുന്ന ഒരു പ്രതിഭാസം തന്നെയാണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. ശരി, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, ഇപ്പോൾ കേരളത്തിന് എന്ത് ലഭിച്ചു എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി ലഭിച്ച കാര്യം എന്നുള്ളത് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവുണ്ട്. മത്സ്യങ്ങൾക്കുള്ള തീറ്റ അടക്കം 3 ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കുന്നുണ്ട്. ചെമ്മീൻ തീറ്റയ്ക്കുൾപ്പെടെ വില കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേരളത്തിന്, അല്ലേ? അതെ, അതാണ് ധനകാര്യമന്ത്രി തന്നെ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒഴിവാക്കിയത്, അല്ലെങ്കിൽ കേരളത്തിനൊരു പരിഗണന തരാമെന്ന് ചോദിച്ചപ്പോൾ ഷ്രിമ്പിന്റെ കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഒറ്റ കാര്യം, ഞാൻ തർക്കത്തിന് വേണ്ടി പറയല. ഈ ശ്രീ നമ്പൂതിരി പറഞ്ഞു റബ്ബറിന്റെ കാര്യത്തിലൊന്നും പണ്ട് UPA ബജറ്റിലെ പ്രഖ്യാപനമാണത്. ശ്രീ നമ്പൂതിരി കേൾക്കൂ. എന്താണ് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞത്? ശ്രീ നമ്പൂതിരി കേൾക്കൂ. കേരളത്തിന് ഒന്നുമില്ല എന്ന് ഇവരങ്ങോട്ട് പരാതിപ്പെട്ടപ്പോൾ ധനമന്ത്രിയുടെ മറുപടിയാണിത്. ശ്രീ നമ്പൂതിരി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു കാർഷിക മേഖലയ്ക്ക് വേണ്ടി 1,52,1,50,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, ഒത്തിരി പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കർഷകർ ഹരിയാന ബോർഡറിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2ാം കർഷക സമരം നടന്നുകൊണ്ടിരിക്കുക. അവരുടെ ആവശ്യം എന്താണ്? ഈ പറയുന്ന നാച്ചുറൽ ഫാമിങ്ങും കുറേ പുതിയ പദ്ധതികളൊന്നുമല്ല. അവർ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് രാവും പകലും മഴയും മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ്. ധനകാര്യമന്ത്രി തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: വി അനൗൺസ് ഹയർ മിനിമം സപ്പോർട്ട് പ്രൈസ് എ മന്ത് എഗോ ഫോർ ഓൾ മേജർ ക്രോപ്സ് ഡെലിവറിങ് ഓൺ ദ പ്രോമിസ് ഓഫ് അറ്റ്ലീസ്റ്റ് 50% മാർജിൻ ഓവർ കോസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കർഷകർ ഈ സമരമെല്ലാം ചെയ്ത് 10-700 കർഷകർ 1ാം സമരത്തിൽ മരിച്ചു. ഇപ്പോഴും എത്ര പേര് മരിച്ചു? അവരുടെ ആവശ്യം എന്താ? മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത C2+50% എന്ന ഫോർമുല അനുസരിച്ചായിരിക്കണം. ആ ഫോർമുല അനുസരിച്ചുള്ള MSP അത് നിയമവിധേയമാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള ബുദ്ധിമുട്ട് എന്താണ്? ഇപ്പം ഞങ്ങൾ 1 മാസം മുമ്പ് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിച്ചു, അതെല്ലാം 50% കൂടുതൽ വന്നിട്ടുണ്ട് ചെലവിനേക്കാൾ എന്ന് പറയാം. അത് അങ്ങനെയാണെങ്കിൽ അത് നിയമവിധേയമാക്കി അതങ്ങ് പ്രഖ്യാപിച്ചാൽ പോരെ, ആ C2+50% എന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ള കബളിപ്പിക്കൽ പരിപാടി കാർഷിക മേഖലയ്ക്ക് വെറുതെ 1,50,000 കോടി വകവച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കർഷകരുടെ ആവശ്യം എന്താണ്? അവർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് പണം, അതിന് ന്യായമായൊരു വില ലഭിക്കണമെന്നുള്ളതാണ്. അത് റബ്ബറാണെങ്കിലും മറ്റേത് ഉൽപ്പന്നമാണെങ്കിലും അത് ലഭിക്കണമെന്നുള്ളതാണ്. ഈ കാര്യത്തിന് വേണ്ടി എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയും, നാളെയും ഞങ്ങളത് പറയും. ഇന്ത്യ മുന്നണി വാക്ക് കൊടുത്തിരുന്നു, അധികാരത്തിൽ വന്നാൽ MSP നിയമവിധേയമാക്കും. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നപ്പോൾ മുതൽ പറയുന്നതാണിത്, ചെയ്യുമെന്ന്. എന്തേ ചെയ്യാത്തത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ സ്പീക്സ് മോർ ദാൻ വേർഡ്സ് എന്ന് പറയും. നമ്മൾ നടപടികൾ എടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനം മാത്രമല്ല നമുക്ക് ആവശ്യം. പദ്ധതികളൊക്കെ വന്നുകൊള്ളട്ടെ, ഞാൻ അതിനൊന്നും എതിര് പറയുകയല്ല. പക്ഷേ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾക്ക് ഈ ബജറ്റിൽ യാതൊരു പ്രാധാന്യവും കൊടുത്തിട്ടുള്ള വളരെ ഫാൻസി ആയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ ശിവദാസൻ MP
പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുന്നില്ല എന്നൊരു പരാതി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉന്നയിച്ച വിമർശനത്തോട് സഹതാപമാണ് ആണ് ഉള്ളതെന്ന് കെ.സി. വേണുഗോപാൽ പറയുന്നു. അവസരം കിട്ടുമ്പോൾ UDF-നെ കൊച്ചാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതായത് കേരളം ആവശ്യപ്പെട്ടിട്ടില്ല ഒന്നും എന്ന രൂപത്തിൽ പറഞ്ഞതിനോടാണ് പറയുന്നത്. എന്താണ് താങ്കൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എന്തിനാണ് നിങ്ങൾ UDF-നെ അല്ലെങ്കിൽ കോൺഗ്രസ് MP-മാരെ ഈ ഘട്ടത്തിൽ വിമർശിക്കുന്നത്? ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമല്ലേ ഇത്? ആദ്യം ബഹുമാന്യനായ നാരായണൻ നമ്പൂതിരി പറഞ്ഞതിനോട് പ്രതികരിക്കാം. വീരപ്പൻ 150 ആനകളെ വെടിവെച്ച് ഒന്ന് കൊമ്പെടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിക്ക് 1500 ആനകളെ കൊല്ലാം എന്ന് പറയുന്ന ന്യായം അത്ര ശരിയല്ലല്ലോ. ഇവിടെ എന്താണ്, ബജറ്റ് വിഹിതത്തിൽ എല്ലാ അർത്ഥത്തിലും വെട്ടിക്കുറവ് വരുത്തി. കണക്കുകൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഉച്ചഭക്ഷണ പദ്ധതി, വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് കൊടുക്കേണ്ടുന്ന തുക പോലും PM പോഷൻ, നേരത്തെ മിഡ് ഡേ മീൽ സ്കീം എന്നാണ് പറഞ്ഞിരുന്നത്, അതിന് വകയിരുത്തിയിരുന്ന തുകയിൽ കുറവ് വരുത്തി. നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സിന് അനുവദിക്കപ്പെട്ടിരുന്ന തുക എന്തിനാ, എയ്ഡ്സ് ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി നേരത്തെ അനുവദിച്ച തുകയിൽ വരുത്തിയിട്ടുള്ള കുറവ് 3080 കോടി ഉണ്ടായിരുന്നത് 3049 കോടിയാക്കി. ഓരോന്നും അക്കമിട്ട് നമുക്ക് പറയാൻ പറ്റൂ എത്രമേൽ ഭീകരമായിട്ടാണ് കുറവ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ BJP-യുടെ സമീപനത്തിനെതിരായി രാജ്യത്തെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിന്ന് സമരം ചെയ്യേണ്ടുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ കോൺഗ്രസ് എടുക്കുന്ന സമീപനത്തിന്റെ കോൺഗ്രസ് പാർലമെന്റിൽ മിണ്ടിയില്ല എന്നുള്ളതാണോ CPM-ന്റെ ഒരു നിലപാട്? കോൺഗ്രസ് MP-മാർ പാർലമെന്റിൽ മിണ്ടിയില്ല. അവര് പ്രതികരിക്കട്ടെ. ഞാൻ പറയുന്നത് കോൺഗ്രസിനെ കുറിച്ച് കോൺഗ്രസുകാർ തന്നെ വിലയിരുത്തിക്കൊള്ളട്ടെ. കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടുന്ന ഒരു ഘട്ടത്തിൽ ഭിന്നിപ്പിക്കുന്ന സമീപനം എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഉചിതം. അതാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പാർലമെന്റ് മെമ്പർമാരുടെ യോഗത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ്. കേരളത്തിന് എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി വരിഞ്ഞു കെട്ടി ആകെ കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP അക്കൗണ്ട് എടുത്തു എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അക്കൗണ്ട് പൂട്ടിക്കുക എന്നുള്ള സമീപനമല്ലല്ലോ വേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടുന്ന ഘട്ടമാണ്. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ ചെറിയ തുരുത്തുകളിൽ പോയി നിന്നിട്ട് കേരളത്തിലെ സർക്കാരിനെ എങ്ങനെയെങ്കിലും കൊച്ചാക്കാൻ പറ്റുമോ എന്ന് നോക്കേണ്ടുന്ന ഒരു രണ്ടുകൂട്ടരും ഒരേ കാര്യം പറയുന്നു. ശ്രീ ശിവദാസൻ, അതാണ് മനസ്സിലാകാത്തത്. പാർലമെന്റിൽ കോൺഗ്രസ് MP-മാർ മിണ്ടിയില്ല എന്ന് ഇടത് MP-മാർ പറഞ്ഞു എന്നിടത്താണ് കെ.സിയുടെ മറുപടി വന്നിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ശരി, താങ്കൾക്ക് അതിനോട് യോജിപ്പില്ല എന്നാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിലപാടെടുക്കേണ്ടുന്ന താങ്കൾക്ക് അതിനോട് യോജിപ്പില്ല അല്ലേ? ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ കോൺഗ്രസ് എടുക്കുന്ന സമീപനം ശരിയായ രീതിയിലല്ല. അവർ പാർലമെന്റിൽ ഉൾപ്പെടെ ശരിയായ ഒരു സമീപനം അവരെടുക്കുന്നത്. അത് അവർ കുറച്ചുകൂടി അവർ തന്നെ ആലോചിക്കുക. പല വിഷയങ്ങളും സീറോ ഓവർ ഉൾപ്പെടെ കേരള വിവിധ നേതാക്കളിൽ നിന്നും അത്തരം പ്രതികരണം വന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രിക തന്നെ കോപ്പി ചെയ്തുള്ള ചില കാര്യങ്ങളാണ് നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ പരിഗണിക്കാതെ ഉന്നയിച്ചുകൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ അതിലെല്ലാവരും ഉണ്ട്, ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാവരും ഉണ്ട്, എല്ലാ പാർട്ടികളും ഉണ്ട്. ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. നാളെ രാവിലെ പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് പാർലമെന്റ് മുന്നിൽ തന്നെ പ്രതിഷേധിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പാർലമെന്റിന് അകത്ത് കയറിയാലും ഞങ്ങൾ പ്രതിഷേധം തുടരും. ശരി, പാർലമെന്റിന് അകത്തും പുറത്തും കേരളത്തിന്റെ പ്രതിഷേധം ആണ് കാണാൻ പോകുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സമയക്കുറവ് മൂലമാണ്, ക്ഷമിക്കണം, ഒരുപാട് അതിഥികളുണ്ടായിരുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇനി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.